ശബരിമല സമരത്തെ ചൊല്ലി ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിൽ തർക്കം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അനാവശ്യമായിരുന്നുവെന്ന് വി. മുരളീധര വിഭാഗം. അതേസമയം ബി.ഡി.ജെ.എസിന് 4 സീറ്റുകൾ നൽകാൻ യോഗത്തിൽ ധാരണ. വിവരങ്ങളുമായി വി.എസ്. അഭിറാം തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അഭിറാം, ഒരുപക്ഷെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ പൊട്ടിത്തെറി സമരവുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്നു. പക്ഷേ ബി.ജെ.പി. അണികളെ എങ്ങനെ ബോധ്യപ്പെടുത്തും എന്ന നിലയിലുള്ള അപഹാസ്യകരമായ ചോദ്യങ്ങൾ കോർ കമ്മിറ്റിയിൽ ഉയർന്നു വരുന്നുണ്ടോ? തീർച്ചയായും ആനന്ദ്, നമ്മളെല്ലാം പ്രതീക്ഷിച്ച പോലെ തന്നെ ശബരിമല വിഷയം ബി.ജെ.പിയിൽ പൊട്ടിത്തെറിക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ബി.ജെ.പി. നടത്തിയ സെക്രട്ടേറിയറ്റ് സമരം പൂർണ്ണമായി പരാജയമായിരുന്നു. ഈ പരാജയത്തിൽ ശ്രീധരൻപിള്ളയ്ക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഇപ്പോൾ മുരളീധര പക്ഷം ആരോപിക്കുന്നത്. അതുപോലെ തന്നെ മുരളീധര പക്ഷം ശ്രീധരൻപിള്ളയെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്നതോടൊപ്പം തന്നെ സമരത്തെയും രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. എന്ത് സമരമാണ് നടത്തിയതെന്ന് ബി.ജെ.പി. എങ്ങനെ അണികളെ ബോധ്യപ്പെടുത്തും, ഏത് രീതിയിലാണ് സമരം മുന്നോട്ട് കൊണ്ടുപോയതെന്ന് എങ്ങനെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ബി.ജെ.പി. കഴിയും എന്നും ഈ കോർ കമ്മിറ്റി മുരളീധര പക്ഷം ആരോപണം ഉന്നയിച്ചു. ഈ സമരം നയിച്ച അല്ലെങ്കിൽ നിരാഹാരം കിടന്ന വ്യക്തികൾ ആരാണെന്ന് പോലും ഒരു ബി.ജെ.പി. അണിക്ക് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് സമരം ബി.ജെ.പിയുടെ കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ എങ്ങനെ എത്തി എന്ന് ശ്രീധരൻപിള്ള മറുപടി പറയണമെന്ന് മുരളീധര പക്ഷം കോർ കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിച്ചു. അതുപോലെ തന്നെ ഈ സമരത്തിൽ ബി.ജെ.പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ശബരിമല വിഷയത്തിൽ ബി.ജെ.പിക്ക് നേട്ടമാകാം എന്ന സാഹചര്യത്തെ ഈ സമരം വഴി പൂർണ്ണമായും ഇല്ലാതായി പോവുകയാണ് ചെയ്തതെന്ന് മുരളീധര പക്ഷം ശ്രീധരൻപിള്ളയ്ക്ക് നേരെ ആരോപണം ഉന്നയിച്ചു. ഈ ആരോപണത്തിലെല്ലാം തന്നെ ശ്രീധരൻപിള്ള ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടായി. പക്ഷേ ഈ ഒരു അവസരത്തിൽ കൃഷ്ണദാസ് പക്ഷം ബി.ജെ.പിയിൽ കൃഷ്ണദാസ് പക്ഷം ശ്രീധരൻപിള്ളയ്ക്ക് പിന്തുണയുമായി എത്തുന്ന ഒരു അവസ്ഥ ഈ അവസരത്തിൽ ഉണ്ടായി. പക്ഷേ എന്തായാലും ശബരിമല വിഷയം സംബന്ധിച്ചുള്ള ബി.ജെ.പിയുടെ ഐക്യമില്ലായ്മ കോർ കമ്മിറ്റിയിൽ പരസ്യമായി പുറത്തു വരികയായിരുന്നു. ഈ നേതാക്കൾ തമ്മിൽ പരസ്പരം വാഗ്വാദം ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ പോയി. എങ്ങനെ ജനങ്ങളെയും അണികളെയും ബി.ജെ.പിക്ക് ഈ സമരം ബോധിപ്പിക്കാൻ കഴിയും എന്ന പ്രസക്തമായ ചോദ്യമാണ് മുരളീധര പക്ഷം ഈ കോർ കമ്മിറ്റിയിൽ ഉന്നയിച്ചതും. ഇതിന് ഉത്തരം പറയാനാകാതെ ശ്രീധരൻപിള്ളയും തളർന്നു പോയിരുന്നു. എന്നാൽ ശ്രീധരൻപിള്ള മറുപടി, ഈ സമരം പരാജയമായിരുന്നില്ല, ഇത് വിജയമായിരുന്നു. ഈ സമരത്തിൽ ഒരു അവസാന റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ കൂടി ശബരിമല വിഷയത്തിൽ ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ശ്രീധരൻപിള്ളയുടെ ഭാഗത്ത് നിന്ന് മുരളീധര പക്ഷത്തിനെതിരായി ഉണ്ടായത്. പക്ഷേ എല്ലാ തരത്തിലും ശ്രീധരൻപിള്ളയെ പൂർണ്ണമായി കടന്നാക്രമിക്കുകയായിരുന്നു മുരളീധര പക്ഷം. ഏത് രീതിയിൽ ബോധിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നതെന്നടക്കം കൃത്യമായ ചോദ്യങ്ങൾ ഉണ്ടായി. ഒരു തരത്തിലും ഇത് ഉപയോഗപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ബി.ജെ.പിയുടെ രാഷ്ട്രീയമായി ഉണ്ടായിരുന്ന മുൻതൂക്കത്തെ പൂർണ്ണമായി ഈ സമരം ഇല്ലാതാക്കുകയാണ് ചെയ്തതെന്നും ഈ മുരളീധര പക്ഷം ആരോപണം ഉന്നയിച്ചു. അതുപോലെ തന്നെ സീറ്റ് വിഭാഗീയത്തിലും വലിയ വിഭാഗീയത ഈ ഘട്ടത്തിൽ ബി.ജെ.പിയിൽ ഉണ്ടായിട്ടുണ്ട്. ആർക്കൊക്കെ ഏത് സീറ്റ് നൽകണമെന്നത് സംബന്ധിച്ച് കടുത്ത വിഭാഗീയത ബി.ജെ.പിയിലുണ്ട്. ഏറ്റവും പ്രധാനമായും പറയാൻ കഴിയുന്നത് തൃശ്ശൂരിലെ വിഭാഗീയതയാണ്. തൃശ്ശൂരിൽ തനിക്ക് സീറ്റ് വേണമെന്ന് നേരത്തെ തന്നെ സുരേന്ദ്രൻ അവകാശവാദം ഉന്നയിച്ചതാണ്. അത് കണക്കിലായി തന്നെ തൃശ്ശൂർ ജില്ലയിൽ സജീവമായിരുന്നു സുരേന്ദ്രൻ കഴിഞ്ഞ ഏറെ നാളുകളായി. പക്ഷേ എൻ രാധാകൃഷ്ണൻ ഇപ്പോൾ തൃശ്ശൂർ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. നേരത്തെ മണലൂരിൽ നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ച് തോറ്റ ചരിത്രമുണ്ട് എൻ രാധാകൃഷ്ണൻ. അതുകൂടി കണക്കിലെടുത്ത് എൻ രാധാകൃഷ്ണന് പരിഗണന വേണം എന്നാണ് ഇപ്പോൾ എൻ രാധാകൃഷ്ണൻ തന്നെ അഭിപ്രായം ഉന്നയിച്ചിരിക്കുന്നത്. ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥി തൃശ്ശൂർ എന്തിനാണെന്നടക്കം അദ്ദേഹം ചോദ്യം ഉന്നയിക്കുന്നു. നമുക്കറിയാം, കാസർഗോഡ് ഏറെ നാളായി സജീവമായിരുന്ന സുരേന്ദ്രൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായാണ് ബി.ജെ.പിയുടെ ജില്ലാ തലത്തെ കൂട്ടുപിടിച്ച് തൃശ്ശൂർ ജില്ലയിൽ സജീവമാകുന്നത്. പക്ഷേ അതിനാണിപ്പോൾ എൻ രാധാകൃഷ്ണൻ ഇപ്പോൾ വിലങ്ങുതടിയാവുന്നത്. എൻ രാധാകൃഷ്ണന് വേണ്ടി കൃഷ്ണദാസ് വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ഇത് തന്നെയാണ്. ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥി തൃശ്ശൂർ വേണമോ, അത് തൃശ്ശൂർ മുൻ പരിചയമുള്ള ഒരു സ്ഥാനാർത്ഥി വേണമോ എന്ന് എൻ രാധാകൃഷ്ണന് വേണ്ടി കൃഷ്ണദാസ് പക്ഷം ചോദിക്കുന്നു. പക്ഷേ മുരളീധര പക്ഷം ഉറച്ചു നിൽക്കുന്നത് സുരേന്ദ്രനെ മത്സരവേണമെന്ന് തന്നെയാണ്. പക്ഷെ എന്തായാലും അതിൽ കടുത്ത വിഭാഗീയത ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് പാലക്കാട് സീറ്റിനെ സംബന്ധിച്ചോളം ശോഭാ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന് ആവശ്യം ഉന്നയിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ ജില്ലാ നേതൃത്വത്തിൽ വലിയ ഒരു വിഭാഗീയത ഉണ്ട് എന്ന് മറ്റ് വിഭാഗം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതിൽ വലിയ വിഭാഗീയത സീറ്റ് നിർണയത്തിൽ പോലും ബി.ജെ.പിക്കുള്ളിൽ ഉണ്ട് എന്നതിന് തെളിവായി മാറുകയാണ് ഇന്നത്തെ കോർ കമ്മിറ്റി യോഗം. അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ എം.ടി. രമേശിന് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ബി.ഡി.ജെ.എസ് അടക്കമുള്ളവർ പത്തനംതിട്ടയിൽ നേരത്തെ തന്നെ കണ്ണുവെച്ചതുമാണ്. അപ്പോൾ ആ ഒരു അഭിപ്രായ ഏകീകരണം ഉണ്ടാകേണ്ടതുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ ഈ ബി.ഡി.ജെ.എസ് ആവശ്യപ്പെട്ട 2 സീറ്റ് പത്തനംതിട്ടയും തൃശ്ശൂരുമാണ്. അപ്പോൾ ഏത് രീതിയിൽ ഈ സീറ്റുകൾ ഇവർക്ക് നൽകണം എന്നത് സംബന്ധിച്ച് ആലോചനയുണ്ട്. പക്ഷേ ഈ 2 സീറ്റും ബി.ഡി.ജെ.എസ് നൽകുകയാണെങ്കിൽ അത് തീർത്തും ആത്മഹത്യപരമായി പോകും. അത്തരമൊരു നീക്കത്തിലേക്ക് ഒരിക്കലും ബി.ജെ.പി പോകരുതെന്ന് ഈ ഭൂരിപക്ഷ നേതാക്കളും ഈ കോർ കമ്മിറ്റിയിൽ അഭിപ്രായം ഉന്നയിച്ചു. കൊല്ലവും കോഴിക്കോടും നൽകുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ തൃശ്ശൂരിന് പകരം ചാലക്കുടി നൽകുന്നതിൽ തെറ്റില്ല എന്നും ഒരു വിഭാഗം ഈ യോഗത്തിൽ പറയുകയുണ്ടായി. എന്തായാലും ഈ ശബരിമല വിഷയത്തിലും അതുപോലെ തന്നെ ഈ സീറ്റ് വിഭജനത്തിലും വലിയ ഒരു വിഭാഗീയത ഇപ്പോഴും തൃശ്ശൂരിൽ
BJP-യിൽ തൃശൂർ ജില്ലയിൽ അടക്കം BJP-യിലുണ്ട്. ഒരു തരത്തിലും ഒരു അഭിപ്രായ ഐക്യത്തിൽ എത്താൻ BJP കഴിയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അതുപോലെ ഈ BDJS 8ഓളം സീറ്റ് ആവശ്യപ്പെടുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ. അതൊരു അധിക പ്രസംഗമാണ് എന്ന് കോർ കമ്മിറ്റി വിലയിരുത്തുന്നു. ഒപ്പം രൂക്ഷ വിമർശനവും BDJS-നെതിരെ BJP-യിൽ ഉയരുന്നതായുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും ആനന്ദ്, BDJS-നെതിരെ കടുത്ത വിമർശനമാണ് പല നേതാക്കളും ഉന്നയിച്ചത്. നിയമസഭാ ഇലക്ഷനിൽ ആവശ്യത്തിലധികം സീറ്റ് നൽകി കൂടെ കൂട്ടിയിട്ടും BJP കൂടുതൽ ഉപകാരമുണ്ടാകാൻ BDJS-ന് കഴിഞ്ഞില്ല. പലയിടങ്ങളിലും BDJS-ന്റെ സാന്നിധ്യം BJP-ക്ക് കിട്ടേണ്ടിരുന്ന വോട്ടുകൾ പോലും കുറച്ചു എന്നും പല നേതാക്കളും ഈ കോർ കമ്മിറ്റിയിൽ അഭിപ്രായപ്പെടുകയുണ്ടായി. ഇപ്പോൾ 8 സീറ്റ് എന്നൊരു പൊങ്ങച്ചത്തിലേക്കാണ് BDJS-ന്റെ പ്രസ്താവന പോയതെന്നടക്കം വിമർശനം ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ 2 സീറ്റുകൾ BDJS നൽകാൻ ധാരണയായത് കൊല്ലവും കോഴിക്കോടുമാണ്. കൂടുതൽ സീറ്റ് നൽകുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ BJP സാധ്യത കൽപ്പിക്കുന്ന സീറ്റുകൾ BDJS അവകാശവാദം ഉന്നയിക്കുന്നത് തീർത്തും അപഹാസ്യമാണെന്ന് തന്നെയാണ് യോഗത്തിൽ ഉയർന്ന വിമർശനവും. ഇത് കൂടാതെ BDJS-ന്റെ സാന്നിധ്യം ഒരു തരത്തിലും BJP-ക്ക് കഴിഞ്ഞ ഒരു നാളിലും ഉപയോഗപ്പെട്ടില്ല എന്നടക്കം നേതാക്കൾ പരസ്യ വിമർശനത്തിൽ അടക്കം പോയി. ഈ തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ളവർ പത്രങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന നേതാക്കളാണ്. അപ്പുറത്തേക്ക് ഒരു സ്വാധീനം ഇല്ലാത്തവരാണ് എന്നടക്കം നേതാക്കൾ BJP കോർ കമ്മിറ്റിയിൽ വിമർശനം ഉന്നയിച്ചു. BDJS-ന് ഒരു തരത്തിലും BJP ഗുണമുണ്ടാക്കി തരാൻ കഴിയില്ല എന്നതടക്കം രീതിയിലേക്ക് വിമർശനങ്ങൾ പോയി. വെള്ളാപ്പള്ളിയുടെ നിലപാടും BDJS-ന്റെ സാന്നിധ്യം ഇനി ഉപകാരപ്പെടില്ല എന്ന നിലപാട് തന്നെയാണ് BJP നേതാക്കൾ. കാരണം സവർണ സമരം എന്നതടക്കം BJP സമരത്തെ അയ്യപ്പ സംരക്ഷണ സമരം എന്ന വ്യാജം നടത്തുന്ന അക്രമ സമരത്തെ വെള്ളാപ്പള്ളി വിമർശിച്ചിരുന്നു. ഇത്തരത്തിൽ വെള്ളാപ്പള്ളി അടക്കമുള്ള പ്രമുഖ SNDP നേതാക്കളുടെ പിന്തുണ ഇല്ലാതെ BDJS-ന് ഒരു തരത്തിലും BJP ഗുണകരം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന വിമർശനമാണ് കോർ കമ്മിറ്റിയിൽ ഉയർന്നു. എന്തായാലും ഈ BDJS ഇത്രയും സീറ്റ് ആവശ്യപ്പെട്ടതിനെ രൂക്ഷമായി തന്നെയാണ് നേതാക്കൾ വിമർശിച്ചത്. 4 സീറ്റ് നൽകാമെന്ന് പൊതുധാരണയിൽ എത്തിയില്ലെങ്കിൽ കൂടി അത്തരമൊരു തീരുമാനമാകും കൈക്കൊള്ളുക. പക്ഷേ ഈ തൃശ്ശൂരും പത്തനംതിട്ടയും അടക്കമുള്ള സീറ്റുകൾ ചോദിച്ചതിലൂടെ BJP-ക്ക് ജയിക്കാവുന്ന സാധ്യത പൂർണ്ണമായി നഷ്ടപ്പെടും എന്നാണ് നേതാക്കൾ പറയുന്നത്. തീർച്ചയായും തൃശ്ശൂരിൽ നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകുന്നത്. BJP കോർ കമ്മിറ്റി യോഗത്തിൽ രൂക്ഷമായ വിഭാഗീയത പ്രകടമാകുന്നു. പ്രത്യേകിച്ചും ശബരിമല വിഷയം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമായി ഉയർത്തിയ ശ്രീധരൻ പിള്ളയുടെ തീരുമാനത്തിനെതിരെ മുരളീധര പക്ഷം ശക്തമായ നിലപാടെടുത്തിരിക്കുന്നു. തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ പോകുന്നു. BDJS-നെതിരെ ശക്തമായ വിമർശനം കോർ കമ്മിറ്റിയിൽ ഉയരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റ് വേണം എന്ന ആവശ്യത്തിന് അധിക പ്രസംഗം എന്ന് BJP കോർ കമ്മിറ്റി യോഗം വിലയിരുത്തുന്നു. വളരെ രൂക്ഷമായി തർക്കം തുടരുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ. വിശദാംശങ്ങളാണ് അഭിറാം നൽകിയത്. എന്നാൽ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഗുണം ചെയ്യുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ മത്സരിക്കുന്നതിൽ തടസ്സമില്ല, തനിക്ക് അധികാര രാഷ്ട്രീയത്തോട് താല്പര്യമില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. അപ്പോൾ ലോകത്തിൽ എത്തിക്കുന്നത് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഒരു സമരത്തിന്റെ ലക്ഷ്യം അതാണ്. അല്ലാതെ ഞങ്ങൾ സമരം ചെയ്യുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രി ഇറങ്ങി വന്നിട്ട് BJP-ക്കാരെ കൈ തരുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ആശീർവദിക്കുമോ? സമരങ്ങളെല്ലാം ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ്. ആ നിലയ്ക്ക് ഞങ്ങളുടെ സമരം ഇതുവരെ നടന്ന സമരമെല്ലാം വൻ വിജയമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ BJP തകരുമെന്ന് ഇന്ത്യ ടുഡേ സർവേ. ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ സർവേ പ്രകാരം BJP-യും അപ്നാദളും ചേർന്ന് 18 സീറ്റിൽ മാത്രമേ വിജയിക്കൂവെന്ന് സർവേ പറയുന്നു. മഹാസഖ്യം 58 സീറ്റുകൾ വിജയിക്കുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസ് 4 സീറ്റുകളിലെ വിജയിക്കൂ. എന്നാൽ കോൺഗ്രസ് കൂടിയുള്ള സഖ്യമായിരുന്നുവെങ്കിൽ BJP 5 സീറ്റുകളിലേക്ക് ചുരുങ്ങുമായിരുന്നുവെന്നും സർവേ പറയുന്നു. SP-BSP മഹാസഖ്യം ഉത്തർപ്രദേശിലെ കോൺഗ്രസിനെ നയിക്കാൻ പ്രിയങ്ക ഗാന്ധി. ഈ ആശങ്കകൾ BJP-ക്ക് തലവേദന സൃഷ്ടിക്കുന്നതിനിടെയാണ് UP-യിൽ BJP-ക്ക് കാലിടറുമെന്ന സർവേ ഫലം കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ BJP തകരുമെന്ന് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദ നേഷൻ സർവേയാണ് പ്രവചിച്ചിരിക്കുന്നത്. 2014-ൽ BJP-യും അപ്നാദളും ചേർന്ന് നേടിയത് 73 സീറ്റുകളാണ്. ഈ സീറ്റുകളിൽ 55 സീറ്റുകൾ നഷ്ടപ്പെട്ട് BJP 18 സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്ന് സർവേ പറയുന്നു. മഹാസഖ്യം 58 സീറ്റുകളും കോൺഗ്രസ് 4 സീറ്റുകളും പിടിക്കും. 2014-ൽ നിന്ന് 7% വോട്ട് കുറഞ്ഞ് BJP-യുടെ വോട്ട് 36%-ത്തിലെത്തും. മഹാസഖ്യം 43%-വും കോൺഗ്രസ് 12%-വും വോട്ട് നേടും. മഹാസഖ്യത്തിൽ കോൺഗ്രസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ BJP 5 സീറ്റുകളിലേക്ക് ഒതുങ്ങുമായിരുന്നെന്നും സർവേ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ വരവോടെ കിഴക്കൻ ഉത്തർപ്രദേശിലെ മുന്നാക്ക വോട്ടുകൾ പിടിക്കാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. ഈ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോവുകയാണെങ്കിൽ BJP-ക്ക് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പ് അടുക്കുന്തോറും BJP-ക്കെതിരായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉത്തർപ്രദേശിൽ ഉരുത്തിരിയുന്നുണ്ടെന്ന സൂചന കൂടിയാണ് സർവേ ഫലം.
ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടിയെ മുൻനിർത്തി നേരിടാൻ ഒരുങ്ങി KPCC. ഏതു വിധേനയും ഉമ്മൻചാണ്ടിയെ മത്സര രംഗത്ത് ഇറക്കാനാണ് മുല്ലപ്പള്ളി ലക്ഷ്യമിടുന്നത്. MLA മാർ മത്സരിക്കുന്നതിൽ ഹൈക്കമാൻഡ് എതിർപ്പില്ലെന്ന് പറഞ്ഞ മുല്ലപ്പള്ളി ഉമ്മൻചാണ്ടി മികച്ച സ്ഥാനാർത്ഥിയെന്നും പറഞ്ഞു. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിത്വം തടയാനുള്ള നീക്കത്തിലാണ് ചെന്നിത്തലയും കൂട്ടരും. ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് UDF-ൽ ചർച്ചകൾ പുരോഗമിക്കെ ഉമ്മൻചാണ്ടിയെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പ് നേരിടാനാണ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നീക്കം. KPCC പ്രസിഡന്റ് ഈ തീരുമാനത്തിന് പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ പിന്തുണയില്ല. ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനം KPCC-യാണ് എടുക്കേണ്ടതെന്ന് കേരളത്തിലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസനിക് പറഞ്ഞു. The proposals will go to the Central Election Committee where final decisions are taken. ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ ആവശ്യം വീണ്ടും ഇന്നും ആവർത്തിച്ചു. ഉമ്മൻചാണ്ടി എവിടെ നിന്നാലും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ മുല്ലപ്പള്ളി MLA-മാർ മത്സരിക്കുന്നതിൽ ഹൈക്കമാൻഡ് എതിർപ്പ് അറിയിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി. ഉമ്മൻചാണ്ടി ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും എവിടെയും നിർത്താൻ സാധിക്കുന്ന മികച്ച സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം എവിടെ നിന്നാലും വമ്പിച്ച വോട്ടിന് ജയിക്കും, ഒരു സംശയമില്ല. ഉമ്മൻചാണ്ടി സ്ഥാനാർത്ഥിയായാൽ അയൽ മണ്ഡലങ്ങളിലും ഇതിന്റെ ഗുണം ലഭിക്കില്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പക്ഷേ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മറുപടി നൽകിയില്ല. ഉമ്മൻചാണ്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തെ സർവ്വതാ എല്ലാവരും സ്വാഗതം ചെയ്യുമ്പോഴും പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഇത്തരത്തിലായിരുന്നു. സ്വാഭാവികമായ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല കോർണേഴ്സിൽ നിന്ന് പല പേര്, ഞാൻ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, പല പേര് ഉയർന്നു വരും. പക്ഷെ ഔദ്യോഗികമായി ഞാൻ ഒരു പത്രസമ്മേളനത്തിൽ അഭിപ്രായം പറയുമ്പോൾ ഏതെങ്കിലും ഫോറങ്ങളിലുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിലല്ല എനിക്ക് പറയാൻ കഴിയുമോ? ഇല്ല, അവിടെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ യാതൊരു പ്രസക്തിയില്ല. സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി മുകുൾ വാസനിക് വിളിച്ചു ചേർത്ത യോഗത്തിൽ നിന്നും ഒരു വിഭാഗം തിരുവനന്തപുരത്ത് വിട്ടുനിന്നതും ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കാതിരിക്കാനുള്ള അധികാരം UDF-നുണ്ടെന്ന് K. സുധാകരൻ. KPCC പ്രസിഡന്റ് മത്സരിക്കുന്നത് ശരിയല്ല. കാസർഗോഡ് പ്രസംഗത്തിന്റെ ഉദ്ദേശശുദ്ധി നല്ലതായിരുന്നു. സ്ത്രീ സമൂഹത്തെ അപമാനിച്ചിട്ടില്ലെന്നും ആർക്കെങ്കിലും വേദന തോന്നിയെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും K. സുധാകരൻ പറഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സാഹചര്യത്തിനനുസരിച്ച് സീറ്റുകൾക്കനുസരിച്ച് മുൻപോട്ട് പോകുക എന്നതാണ് KPCC-യുടെ തീരുമാനം. അതിനകത്തൊരു വ്യതിയാനം വരുത്താനുള്ള ഒരു സാഹചര്യവും കേരളത്തിൽ ഇല്ല. ആവശ്യപ്പെടാൻ അവർക്ക് അധികാരമുണ്ട്, കൊടുക്കാതിരിക്കാൻ UDF-നും അധികാരമുണ്ട്. അങ്ങനെ ഒരു സ്ത്രീ സമൂഹത്തെ ആക്ഷേപിക്കാൻ മനസ്സാ വാചാ കർമ്മണ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനി ആ വാക്കുകൾ ആരെയെങ്കിലും നോവിച്ചെങ്കിൽ അതിന് ഞാൻ പരസ്യമായി ക്ഷമ ചോദിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPI കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടണോ എന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും താൻ മത്സരത്തിനില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ശബരിമല വിഷയത്തിൽ സർക്കാർ നിലപാട് തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിക്കില്ല. ജനങ്ങളെ വിഭജിക്കാനാണ് BJP-യും കോൺഗ്രസും ശ്രമിക്കുന്നത്. LDF വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും കാനം രാജേന്ദ്രൻ തൊടുപുഴയിൽ പ്രതികരിച്ചു. കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതിന് വളരെ സാധ്യത കുറവുള്ള ഒരു സംസ്ഥാനമാണ്. അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല, ഇതുവരെ ഒന്നും ആലോചിച്ചിട്ടില്ല. സാധാരണ LDF-ൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉഭയകക്ഷി ചർച്ചകൾ കൂടിയൊക്കെ ആണ് അത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. ഞങ്ങളിപ്പോൾ അതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാനുണ്ടാകത്തില്ല. ഞാൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ടാണ് പാർട്ടി സെക്രട്ടറിയായി. M. നാഗേശ്വർ റാവുവിനെ CBI ഇടക്കാല ഡയറക്ടറായി നിയമിച്ചതിനെതിരെയുള്ള ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് AK സിക്രിയും പിന്മാറി. കഴിഞ്ഞ തിങ്കളാഴ്ച ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയും ഈ ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയിരുന്നു. കേസ് നാളെ മറ്റൊരു ബെഞ്ച് പരിഗണിക്കും. കൂടുതൽ പുതിയ CBI ഡയറക്ടറെ തിരഞ്ഞെടുക്കാനുള്ള ഉന്നതാധികാര സമിതിയിൽ അംഗമായതിനാൽ ഈ ഹർജി പരിഗണിക്കുന്നത് ശരിയായ നടപടിയിലെന്ന് ചൂണ്ടിക്കാട്ടി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജനുവരി 21-ന് പിന്മാറിയിരുന്നു. തുടർന്ന് സുപ്രീം കോടതിയിൽ സീനിയോറിറ്റിയിൽ രണ്ടാമതുള്ള ജസ്റ്റിസ് AK സിക്രിയുടെ ബെഞ്ചിന് ഈ ഹർജി ചീഫ് ജസ്റ്റിസ് കൈമാറുകയും ചെയ്തു. എന്നാൽ ഇന്ന് 5-ാം നമ്പർ കേസായി ഹർജി പരിഗണിച്ച ജസ്റ്റിസ് സിക്രി ഉടൻ തന്നെ കേസ് കേൾക്കുന്നില്ലെന്ന് അറിയിക്കുകയായിരുന്നു. എന്റെ അവസ്ഥ മനസ്സിലാക്കണമെന്ന അഭ്യർത്ഥനയാണ് ജസ്റ്റിസ് AK സിക്രി ഹർജി നൽകിയ കോമൺ കോസിന് വേണ്ടി ഹാജരായ അഭിഭാഷകന് മുമ്പിൽ വെച്ചത്. കേസ് നാളെ തന്നെ മറ്റൊരു ബെഞ്ചിന് മുമ്പാകെ ലിസ്റ്റ് ചെയ്യാമെന്ന് AK സിക്രി വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഇത്തരത്തിൽ കേസിൽ നിന്ന് ജസ്റ്റിസുമാർ പിന്മാറുന്നത് ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം പരത്തുമെന്നും ഇന്ന് ചേരുന്ന ഉന്നതാധികാര സമിതി യോഗത്തിന് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകണമെന്നും കോമൺ കോസിന്റെ അഭിഭാഷകൻ ദുഷ്യന്ത് ദാവെ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ തന്നെ അങ്ങേക്ക് പിന്മാറാമായിരുന്നുവെന്നും ഇന്ന് പുതിയ CBI ഡയറക്ടറെ നിയമിച്ചാൽ പിന്നെ ഹർജി അപ്രസക്തമാകുമെന്നും ദുഷ്യന്ത് ദാവെ കോടതിയിൽ വാദിച്ചു.
ചീഫ് ജസ്റ്റിസ് എന്നോട് ചോദിച്ചിരുന്നുവെങ്കിൽ ഈ കേസ് കേൾക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തോട് പറഞ്ഞേനെ. അഡ്മിനിസ്ട്രേറ്റീവ് ഉത്തരവിടെ അല്ല ഹർജി എന്റെ മുമ്പാകെ എത്തിയത്. ചീഫ് ജസ്റ്റിസ് തുറന്ന കോടതിയിൽ ഉത്തരവിടുകയാണ് ഉണ്ടായതെന്നും ജസ്റ്റിസ് സിക്രി മറുപടി നൽകി. ജനുവരി 10 അലോക് വർമ്മയെ പുറത്താക്കാൻ തീരുമാനിച്ച സമിതി യോഗത്തിൽ ചീഫ് ജസ്റ്റിസിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ജസ്റ്റിസ് AK സിക്രിയായിരുന്നു. അലോക് വർമ്മയെ മാറ്റാനുള്ള തീരുമാനത്തിൽ ഖാർഗെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും പ്രധാനമന്ത്രിക്കൊപ്പം നിന്ന് നിലപാടെടുക്കുകയായിരുന്നു ജസ്റ്റിസ് AK സിക്രി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കേബിൾ TV സംഘടനകളുടെ സമരത്തിന് CITU പിന്തുണ പ്രഖ്യാപിച്ചു. CITU സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് പിന്തുണ അറിയിച്ചത്. താരിഫ് ഓർഡറിലെ അപാകത പരിഹരിക്കണമെന്നും ബേസിക് നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തിന് നിവേദനങ്ങൾ നൽകിയിട്ടും സമരക്കാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് CITU സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. ലോക കേരള സഭ ദുബായിൽ ചേരുന്നത് സർക്കാരിന്റെ പണം ചെലവഴിച്ചല്ലെന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. പണം ധൂർത്തടിക്കുന്നുവെന്ന പ്രചരണം തെറ്റാണ്. വിദേശത്ത് രൂപീകരിച്ച സംഘാടക സമിതിയാണ് ചെലവ് കണ്ടെത്തുന്നതെന്നും സ്പീക്കർ വ്യക്തമാക്കി. തികച്ചും തെറ്റിദ്ധാരണജനകമായ ഒരു വാർത്തയാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ ₹1 പോലും ചെലവഴിക്കാതെയാണ് ആ സമ്മേളനം ചെയ്യുന്നത്. ലോകത്തെല്ലായിടത്തുമുള്ള മലയാളികളുടെ ചിന്തയുടെയും ബുദ്ധിയുടെയും അനുഭവങ്ങളുടെയും ഒരു പങ്കുവെപ്പിനും നിയമാനുസൃതമാക്കിയിട്ടുള്ള ഒരു സഭ രൂപീകരിക്കപ്പെടുന്നു എന്നത് യഥാർത്ഥത്തിലൊരു മുന്നനുഭവങ്ങളില്ലാത്തൊരു സംഗതി. ആ പ്രവാസ ജീവിതത്തെ നമ്മുടെ സാമൂഹിക ചർച്ചകളുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഇടപെടലാണ്. എന്നാൽ ലോക കേരള സഭയിലെ അംഗങ്ങൾക്ക്, ലോകത്തെ എല്ലായിടത്തും അംഗങ്ങൾക്കും MLA-മാർക്ക് അതിൽ പങ്കെടുക്കാം, അതിൽ തടസ്സമില്ല. പക്ഷേ TA കൊടുക്കുകയോ DA കൊടുക്കുകയോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കോടികൾ ദൂർത്തടിച്ചിട്ട് ലോക കേരള സഭ ദുബായിൽ ചേരുമെന്ന് പറയുന്ന വാർത്ത തെറ്റാണ്. പ്രവാസികൾക്ക് വേണ്ടി ഇനി അല്പം പണം ചെലവഴിച്ചാൽ പോലും അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ് വേണ്ടത്. അതിന് വിവാദമാക്കുകയല്ലേ വേണ്ടത്. പ്രവാസികളുടെ പണമാണ് ഈ കേരളത്തിൽ നിലനിർത്തുന്നത്.